അടിപൊളി. മേക്കിങ്ങിലെല്ലാം നല്ലൊരു വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു പിടുത്തം കിട്ടില്ല, പക്ഷെ വെറൈറ്റി ഒരു സബ്ജക്റ്റ് ആണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അടിപൊളി സിനിമയാണ്, ഒരു വിജയം എന്നൊക്കെ പറയാം. അടിപൊളി സിനിമ. ഡിജോ ചേട്ടൻ സുമ്മാവാ, മലയാളികളുടെ അഭിമാനമാണ് ഡിജോ ചേട്ടൻ. എന്തായാലും തിയേറ്റർ വാച്ചബിൾ ആയിട്ടുണ്ട് തോന്നുന്നു. കുഴപ്പമില്ല, നല്ല തീമാണ്. നല്ല പടം, നല്ല ഒരുപാട് സന്ദേശമുള്ള നല്ലൊരു ചിത്രം. ഞാൻ ഈ സിനിമ അഭിനയിച്ചോ? അടിപൊളി സിനിമയാണ്. കോമഡി ഉണ്ട്, കരച്ചിലുണ്ട്, പിന്നെ ഒരു വിജയം എന്നൊക്കെ പറയാം. ഞാൻ പേടിപ്പിച്ചു, നീ വിളിച്ചിട്ട് തന്നെ പേടിപ്പിച്ചു. ഓക്കെ, അടിപൊളി. ഞാൻ നിവിൻ പോളിയുടെ ചെറുപ്പം ചെയ്ത് ഇതില് എന്റർടൈനും എല്ലാം ഉണ്ട്, കരച്ചിലും ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെടും, ഒരു മോട്ടിവേഷൻ പോലെയാണ്. പിന്നെ ഞാൻ വേറെ 7 മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. കട്ടപ്പടത്തെ മന്ത്രിന് ഇറങ്ങാൻ പോകുന്നു, അതിന്റെ ഡബിങ്ങിന് വരിക. ഫസ്റ്റ് ഹാഫ് ഒരു കോമഡി ഇതിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സീരിയസ് ആയ ഒരു വിഷയമാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനകത്ത് അഭിനയത്തിന്റെ കാര്യത്തിൽ പറയുമെങ്കിൽ നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു പിള്ള, പിന്നെ പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ച നടൻ, ഇവരെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മേക്കിങ്ങിലെല്ലാം നല്ലൊരു വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ട്. സെന്റിമെന്റ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് ചിന്തിക്കാനുമുണ്ട്. വലിയൊരു വിഷയമാണ് ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. നല്ല വിഷയം, വളരെ സൂപ്പർ ഹിറ്റ്. നിവിൻ പോളി, അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, എല്ലാവരും മികച്ച അഭിനയം. പിന്നെ നമ്മൾ ആദ്യമേ കണ്ടിരിക്കുമ്പോൾ കുറേ ഇതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു പിടുത്തം കിട്ടില്ല, പക്ഷെ വെറൈറ്റി ഒരു സബ്ജക്റ്റ് ആണ്. നല്ലൊരു മൂവിയാണ്, നല്ല ഗാനങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല ഫീൽ ചെയ്യുന്നത്. ഇന്ന് നടക്കുന്ന പല രാഷ്ട്രീയ ഇതുണ്ട്, അതായത് മതസൗഹാർദ്ദത്തിനേക്ക് അതൊക്കെ വരച്ച് കാണിക്കുന്ന ഒരു പുതിയ സിനിമയാണ്. നല്ലൊരു മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സിനിമ, നല്ല ഫീൽ ഗുഡ് മൂവി കേട്ടോ. നല്ല ഫീൽ ഗുഡ് ആണ്. ഇന്റർവെൽ കഴിഞ്ഞ് നല്ല ക്ലൈമാക്സ് ഒക്കെ നല്ല ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സിനിമ. ഡിജോ ചേട്ടൻ സുമ്മാവാ, മലയാളികളുടെ അഭിമാനമാണ് ഡിജോ ചേട്ടൻ. സിനിമ അടിപൊളി. നല്ല സിനിമ, ഒരു കോമഡി മൂവി എന്നൊക്കെ പ്രതീക്ഷ വന്നിട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. ഇമോഷണലി നല്ല രസമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ക്ലൈമാക്സ് വർത്താണ്. കിടിലം പടമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നിവിൻ പോളിയുടെ പെർഫോമൻസ്, മറ്റേ നിവിൻ പോളി ധ്യാൻ രണ്ടുപേരുടെയും നല്ല പെർഫോമൻസും കാര്യങ്ങളാണ്. എന്തായാലും ഇന്റർവെല് വരെ നമുക്കൊരു ഗ്രാമീണ അങ്ങനെ നാട്ടുമ്പുറത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ അതൊക്കെ രസമായിട്ട് വന്നിട്ട്, പക്ഷെ ഇന്റർവെല് കഴിഞ്ഞപ്പോ ശരിക്കും മരുഭൂമിയിലൊരു കഥ, അതായത് നമ്മുടെ ആടുജീവിതത്തിലെ പോലെ എൻട്രി പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ആടുജീവിതം പോലെ അങ്ങനെ ഒരു പെയിൻ ആയിട്ടുള്ള ഒരു കഥയല്ല ഇത്. നമുക്ക് മരുഭൂമിയിൽ ശരിക്കും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു കഥയാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതായത് മറ്റേ അഗ്നിച്ചിറകുകൾ, മറ്റേ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചബിളായിട്ട് പറയും. അതെ, ഡയറക്ഷനൊക്കെ കിട്ടുന്നതല്ല, അതായത് ചില വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ രസമായിട്ട്. മരുഭൂമിയിലിപ്പോ മറ്റേ ആടുജീവിതത്തിലെ കണ്ടകണ പോലെ മരുഭൂമിയിലെ കാറ്റും കാര്യങ്ങളും ആ സംഭവമൊക്കെ ശരിക്കും ഇതിലും കാട്ടുന്നുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചബിൾ ആയിട്ടുണ്ട് തോന്നുന്നു. അത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒക്കെ ഒരു മാരക ഒരു കോമഡി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇന്റർവെല് കഴിഞ്ഞപ്പോ അതൊരു സീരിയസിലേക്ക് ആയി, അതായത് ആടുജീവിതം പോലെ. അതായത് ഒക്കെ ഞാൻ തിയേറ്ററിൽ കാണേണ്ട പടമാണ്, ഞാൻ കൂടുതൽ പറയല്ല. എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന പടമാണ്.